നാടകം നിങ്ങൾ ചെയ്താൽ എത്ര പേര് കാണും ഒരു സമയം? മാക്സിമം പോയാൽ ചിലപ്പോൾ 1000 പേര്. അല്ലാതെ സംഭവിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലൊക്കെ, അത് പോട്ടെ, നമ്മുടെ 1000. സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ 200-300 പേരൊക്കെ ഒരു ഓഡിയൻസ് ആയിട്ട് വരിക. ഈ നാടകം പിന്നീട് ഒരു 300 പേരുടെ കാണണമെങ്കിൽ അടുത്തൊരു സ്റ്റേജ് കളിക്കണം. ഒരു സിനിമ സംഭവിച്ചാൽ, ഇത് ഒരേ സമയം ഇന്നൊരു സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് കോടിക്കണക്കിന് ആൾക്കാർക്ക് കാണാൻ പറ്റും ഒരേ സമയം. ഇവിടെ 500, 400, 200 പേര് കാണുന്ന ഈ നാടകത്തെയാണോ നമ്മൾ അവിടെ മത്സരിക്കാൻ പോകുന്നത്? നമ്മൾ ഒരു വർഷം മൊത്തം കളിച്ചാൽ പോലും 5000 പേര് കാണില്ല. ആ നാടകം പിന്നെ നമ്മളവിടെ മത്സരിക്കുന്ന ഒന്നുമില്ല. അപ്പം അതല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, എനിക്കത് ഞാൻ അടിവരയിട്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പറയാറുണ്ട്, നമ്മൾ ആരോടും അത്തരം മത്സരത്തിനല്ല പോകേണ്ടത്. നമ്മൾ ചെയ്യുന്ന കല നമ്മളെങ്കിലും പരസ്പരം അംഗീകരിക്കപ്പെടണം, പരസ്പരം കാണണം. കൊട്ടിഘോഷിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ കെട്ടുകാഴ്ച മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു വിഷ്വൽ ഡ്രാമ, ഓക്കെ, അങ്ങനെ ആകാം. അത് എപ്പോഴും എവിടെയും പറ്റില്ല, അത് ആലോചിക്കേണ്ടി വരും. പെട്ടെന്ന് ഇത് പറയുമ്പോൾ തോന്നി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ മാത്രമേ ഇത് കാണാനുള്ളെന്നും, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളെന്നും, ആ ചുരുങ്ങിയ ആൾക്കാരും പരസ്പരം കാണുകയും അവിടെയും ഈ പറഞ്ഞ ഈഗോയും അവൻ ചെയ്തത് മറ്റവൻ ചെയ്തെന്ന് വിട്ടിട്ട്, അല്ലെ അവൻ ഇന്ന രാഷ്ട്രീയ പാർട്ടി, അല്ലെ ഇന്ന സംഘം, ഇന്ന സംഘടന, ഇത് വിട്ടിട്ട് നാടകം എന്ന് പറയുന്ന എലമെന്റിനെ, അഭിനയം എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം അംഗീകരിക്കപ്പെടാൻ പറ്റും, പരസ്പരം കൊടുത്തു വാങ്ങി നിലനിൽക്കാൻ പറ്റും.